സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നു. മന്ത്രിമാർ, പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലഹരി വ്യാപനത്തിനെതിരെ സ്വീകരിക്കേണ്ട തുടർ നടപടികളാണ് ഈ യോഗത്തിൽ ചർച്ചയാകാൻ പോകുന്നത്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇതിന്റെ വിവരങ്ങളുമായിട്ടുള്ള. അജീഷ്, SKN40 ഭാഗമായിട്ടുള്ള അരുതക്രമം അരുത് ലഹരി എന്ന ക്യാമ്പയിൻ ആലപ്പുഴ ജില്ലയിൽ എത്തി നിൽക്കുന്നു. സംസ്ഥാന സർക്കാർ സർക്കാർ വളരെ ശക്തമായ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ സൂചനയാണല്ലോ മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്ന ഉന്നതതല യോഗം. എന്തൊക്കെയാണ് ആ യോഗത്തിൽ ചർച്ചയാവുക? ആരൊക്കെയാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്? അജീഷ്. ഗോപി, നമ്മളിങ്ങനെ ലഹരിക്കും അക്രമത്തിനുമെതിരെ ഇങ്ങനെ ഒരു യാത്ര നടത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഒരു മാസം സംസ്ഥാനത്ത് എക്സൈസും പോലീസും ലഹരിക്ക് എതിരെ എടുത്ത നടപടികൾ, അതിനെതിരെ എത്ര കേസുകൾ എടുത്തു, എത്ര പേരെ അറസ്റ്റ് ചെയ്തു, അതിനെതിരെ എടുത്ത നടപടികൾ വിശദീകരിക്കുക. ഇതാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. കഴിഞ്ഞ ഒരു മാസം പോലീസും എക്സൈസും 700-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. എത്ര MDMA കേസുകൾ, കഞ്ചാവ് കേസുകൾ, ഇതെവിടെ നിന്നൊക്കെയാണ് പിടികൂടിയത്, ഇതര സംസ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് ഇതിന്റെ വരവ്, ഇതടക്കമുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇന്ന് വിശദീകരിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP, അതേപോലെ തന്നെ എക്സൈസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷന്റെ വിവരങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വിശദീകരിക്കും. കൂടാതെ ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യാം. നേരത്തെ തന്നെ ഇതര സംസ്ഥാനത്തുള്ള പോലീസും കേരളത്തിലെ പോലീസുമായി സഹകരിച്ച് ഒരു ഓപ്പറേഷൻ നടത്താനായി തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കൂടാതെ തന്നെ 2 ഓപ്പറേഷനുകളാണ് നിലവിൽ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓപ്പറേഷൻ ഡി ഹണ്ടാണ്. ഈ ഡി ഹണ്ടിൻ്റെ പുരോഗതി എന്താണെന്ന് വിശദീകരിക്കും. കൂടാതെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ഓപ്പറേഷനും എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സംസ്ഥാനത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വ്യാപകമായി എക്സൈസ് ലഹരി കേസുകൾ പിടികൂടിയിരുന്നത്. ഇതിൻ്റെ അടക്കമുള്ള വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും. അതിനുശേഷം തുടർ നടപടികൾ, ഇനി എന്ത് നടപടികൾ സ്വീകരിക്കണം, ഇനി എങ്ങനെയാകണം ഈ ലഹരി മാഫിയെ നേരിടേണ്ടതടക്കമുള്ള ഒരു ഓപ്പറേഷൻ പുതുതായി പ്ലാൻ ചെയ്യാനായിരിക്കും ഇന്നത്തെ ഉന്നതതല യോഗം തീരുമാനിക്കുക. താങ്ക് യു അജീഷ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. അദ്ദേഹം പുതിയൊരു കർമ്മ പദ്ധതി തന്നെ ഇതിന് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കോവിഡ് കാലം പോലെ വാരാന്ത്യത്തിൽ അദ്ദേഹത്തിന് ഒരു വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണവും ഉണ്ടാകും.